വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്നുള്ള അനുഗ്രഹീത വാക്യമാണ്. വിശുദ്ധ പൗലോസ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഏതൊരു സ്ത്രീയോടും ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു നിയമം, ഒരു വ്യവസ്ഥയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴടങ്ങി പാർക്കുക എന്നുള്ള വാക്ക്. സ്വാതന്ത്ര്യമില്ലെന്നോ സ്വാതന്ത്ര്യമില്ലാത്ത തലത്തിൽ ഭർത്താക്കന്മാർക്ക് അടിമകളായി ജീവിക്കുക എന്നോ ഒന്നും ഉള്ള അർത്ഥത്തിലല്ല പൗലോസ് ഈ വാക്കുകൾ ഓർപ്പിച്ചിട്ടുള്ളത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് ഭാര്യമാരോടുള്ള അതിപ്രധാനമായ 4 കൽപ്പനകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ 23-ാമത്തെ വാക്യം പറയുന്നത്, ഭാര്യയുടെ തലയായി ഭർത്താവിനെ അംഗീകരിക്കുക എന്ന പദമാണ്. ഏതൊരു മനുഷ്യനും തൻ്റെ ശിരസിന് കൊടുക്കുന്ന പ്രാധാന്യത വലുതാകൊണ്ട് ഏതൊരു പുരുഷൻ്റെയും തല ക്രിസ്തു ആയിരിക്കുന്നത് പോലെ തന്നെ ഏതൊരു സ്ത്രീയുടെയും തല പുരുഷനാകുന്നു എന്ന പ്രമാണത്താൽ ഉടമ്പടികളിലൂടെ ഭാര്യയും ഭർത്താവുമായി തീർന്നിട്ടുള്ള ഏതൊരു സ്ത്രീയും ഓർക്കേണ്ടത് അവളുടെ ശിരസ്സാണ് പുരുഷനെന്നും ആ ശിരസ്സാകുന്ന പുരുഷനെ പൂർണ്ണമായി അംഗീകരിക്കുവാനുള്ള മനസ്സുള്ളവരായി തീരണം എന്നുമുള്ളതാണ്. 22-ാം വാക്യത്തിൽ പറയുമ്പോഴും കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കർത്താവിനെ നാം എങ്ങനെ ഭയപ്പെടുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ കീഴടങ്ങുന്നു, അതേ തലത്തിൽ തന്നെ ഭീരുത്വത്തോടു കൂടിയുള്ള ഒരു കീഴടങ്ങലല്ല, സ്നേഹത്തോടു കൂടിയുള്ള ഒരു കീഴടങ്ങലിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറഞ്ഞിട്ടുള്ളത്. 24-ാം വാക്യം പറയുന്നത് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്നുള്ളതായി പദപ്രയോഗമാണ്. വീണ്ടും നാം നോക്കുമ്പോൾ 32-ാമത്തെ വാക്യം വരുമ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടതാകുന്നു എന്ന പദവും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാരോടുള്ള ഭാര്യമാരുടെ കടപ്പാടുകൾ കൃത്യതയോടുകൂടി പാലിക്കപ്പെടുമ്പോഴാണ് ആ കുടുംബത്തിനകത്ത് അതിൻ്റെ നിലയിലുള്ള സന്തോഷവും അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറ വീട്ടിനകത്ത് അടങ്ങിപ്പാർക്കുന്നതായ സാഹചര്യവും ഭർത്താവായ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് കീഴ്പ്പെട്ടിരിക്കുന്നതായ ചരിത്രങ്ങളുമൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അത് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും സന്തോഷത്തിനും കാരണമായി തീർന്നു എന്നുമുള്ള വചനങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടിയും ദൈവിക പ്രമാണങ്ങളോടുള്ള പൂർണ്ണ അനുസരണം എന്ന നിലകളിലും ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിപ്പാനും അവരെ ബഹുമാനിപ്പാനും അവർക്ക് കീഴടങ്ങി പാർക്കുവാനും തക്ക തലത്തിൽ
നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തോടുള്ള കടപ്പാടുകളും ദൈവത്തോടുള്ള അനുസരണവും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിനും കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് ആ തലങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അതിന് കൃപ നൽകട്ടെ എന്നാഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകേണ്ടതിന് ഞങ്ങളുടെ കടപ്പാടുകളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ആ നിലകളിൽ ഞങ്ങൾക്ക് ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറെ ദൈവകുടുംബം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ക്രിസ്തീയ കുടുംബങ്ങളായി തന്നെ ഞങ്ങൾക്ക് ജീവിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.